ഇവിടെ അടുത്ത അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടി എന്നല്ല, സംഭാഷണവും പാട്ടും ഒക്കെ ചേർന്നൊരു പരിപാടിയാണ്. അത് അവതരിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ കാവാലം ശ്രീകുമാറാണ്. കാവാലം ശ്രീകുമാറിന് എനിക്ക് വളരെ നേരത്തെ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ആകാശവാണിയുടെ സ്റ്റേഷൻ ഡയറക്ടറായി ഇരുന്നിട്ട്, കോഴിക്കോട് സ്റ്റേഷൻ ഡയറക്ടറായി ഇരുന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും ഇരുന്നിട്ടുണ്ട് അല്ലേ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി. പിന്നീട് അതിൽ നിന്ന് റിസൈൻ ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കിയത്. വോളണ്ടറി റിട്ടയർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ദീർഘമായ സംഗീത രംഗത്ത്, ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ രംഗത്ത്, ലൈറ്റ് മ്യൂസിക്കിൻ്റെ രംഗത്ത്, പ്രക്ഷേപണ രംഗത്ത്, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ നമുക്ക് ഒരു കാലത്ത് ഈ രാമായണം വായന, അതുപോലെ കവിതകൾ, ഇതെല്ലാം അത് ദീർഘമായ ഒരു കാലയളവിൽ അദ്ദേഹം ഇതെല്ലാം നമ്മുടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ മകനാണ്. ആ ഒരു വലിയ പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട്, കവിതയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ. അപ്പോൾ വലിയ ക്ലാസിക്കൽ മ്യൂസിഷ്യനായിരിക്കുമ്പോഴും നാടോടി പാട്ടുകൾ പാടും. അത് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു പാരമ്പര്യം കൂടിയാണ്. നാടോടി പാട്ടുകളും അദ്ദേഹം കൃത്യമായിട്ട് പാടും. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് ഇന്നത്തെ അതിഥി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് പാട്ടിൽ കൂടി സഞ്ചരിച്ചു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗീത പഠനത്തെക്കുറിച്ചാവാം ആദ്യം. സംഗീത പഠനം, ആരാണ് കൃത്യമായ ഗുരു, ഇതൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് താമസം. അപ്പം അതിനൊരു ആലപ്പുഴ എന്ന ഭാഗത്ത് നല്ല സംഗീത അധ്യാപകരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞാൻ ആ കാലത്ത് തുടങ്ങിയ എന്നെ ആദ്യം പാഠങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂർ ആർ വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ ചില അന്നത്തെ യൂണിവേഴ്സിറ്റി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഉള്ള ഒരു അതിനോടും കൂടി അതും കൂടെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു തയ്യാറെടുപ്പും അതുകൂടാതെ ഉള്ള ശാസ്ത്രീയ പിന്നെ അത് അഭ്യസിക്കുന്നതുമൊക്കെ അവിടെ നിന്നാണ് എനിക്കൊരു അതിൻ്റെ ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ. പിന്നീട് പിൽക്കാലത്ത് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 75 ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് സകുടുംബം ചേക്കേറി. അച്ഛൻ അവിടെ ഒരു ചെറിയൊരു ജോലി, അതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും പോയി. പക്ഷെ അതൊരു വലിയൊരു വഴിത്തിരിവാണ്. ആകാശവാണിയിൽ പാടാനും ഒക്കെ ഉള്ള ഒരു, പിന്നെ അവിടുത്തെ അച്ഛൻ്റെ നാടക പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഒരു വേദി, നല്ലൊരു വേദിയായിരുന്നു തിരുവനന്തപുരം. അവിടെ ജി അരവിന്ദനൊക്കെ ആയിട്ടുള്ള അയ്യപ്പ പണിക്കർ, നെടുമുടി വേണുചേട്ടൻ ഞങ്ങളോടൊപ്പം ചേക്കേറിയ ആളാണ് ആലപ്പുഴയിൽ നിന്ന്. പിന്നെ ഞാൻ 1975 ആണ് തിരുവനന്തപുരത്ത് ഞാൻ വരുന്നത്, സംഗീത കോളേജിൽ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ശ്രീകുമാർ അവിടുത്തെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ സമ്മാനിതനാവുന്ന കാലമാണ്. എനിക്ക് MG രാധാകൃഷ്ണൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് അന്ന് ഞാൻ മനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഈ ലളിതഗാനങ്ങൾ, അതായത് അച്ഛൻ്റെ പാട്ടുകൾ പലപ്പോഴും കമ്പോസ് ചെയ്യുമ്പോൾ, ഇപ്പം ഘനശ്യാമ പോലുള്ള ഘനശ്യാമ സന്ധ്യാഹൃദയം പോകുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ, അതുപോലെ ഓടക്കുഴൽ, അതിനു മുമ്പുള്ളതാണ് ഓടക്കുഴൽ വിളി ഒഴുകി വരും എന്ന് പറയുന്ന ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് പാടാവോ? ഏതാ ഓർമ്മയുള്ളതാണ്? എനിക്കിത് ശ്രുതി കുറവാട്ടോ. ഏത് പാട്ട്? മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു, മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ പറ നിറഞ്ഞു, മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ പറ നിറഞ്ഞു, നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം, എൻ്റെ മനസ്സു മാത്രം. അത് പിന്നെ ഒരു വായ്ത്താരിയൊക്കെ തെയ്യാനം താരോ കിണ്ണം താരിക്കിണ്ണം താരിത്ത കിണ്ണം ഹൊയ് ഹൊയ് ഹൊയ്.
എനിക്ക് ഓർമ്മയില്ല, ഞാൻ എല്ലാ കാലത്ത് ആ റേഡിയോയിൽ ആ പാട്ട് വന്നിരുന്നത് എനിക്ക് തോന്നുന്നത് പി സുശീല ആണ് പാടിയെന്ന് തോന്നുന്നു. പിന്നെ ഈ ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നുള്ള പാട്ട് യേശുദാസാണല്ലോ പാടിയത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും യുവജനോത്സവങ്ങളിൽ പാടിക്കൊണ്ടിരിക്കുന്ന. എനിക്ക് ആകാശവാണിയിൽ അത് പാടിയ ഒരു ചിത്രം എനിക്കിപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ഞാനും പോയിരുന്നത് അന്ന്. ഞാൻ ആകാശവാണി ജോലി ആയിട്ടില്ല, വളരെ കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം പോയി ആ ഒരു റെക്കോർഡിങ് സാക്ഷിയായി. വലിയൊരു രസകരമായ, കാരണം ദാസേട്ടൻ്റെ ശബ്ദം ഈ ആകാശവാണിയിലൂടെ ഒരൊറ്റ മൈക്കിൽ പാടിയിട്ട് അതിൻ്റെ ആ ഒരു എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ചോരാതെ അത് പിൽക്കാലത്ത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ടൊരു 2000 ആദ്യത്തോടെയാണ് ഞാനത് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പം അന്ന് ഞാനത് ഡിജിറ്റലൈസ് ചെയ്ത് അപ്പോഴത്തെ സ്റ്റാഫായി. അതെ, അല്ല അതെ, നമുക്ക് ഞാൻ 85 ഇവിടെ ആകാശവാണി കോഴിക്കോട് ചേർന്നു. അപ്പം അത് ഡിജിറ്റലൈസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ശബ്ദത്തിന് യാതൊരു വിധമായ ആ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. നമ്മൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആകാശവാണിയിൽ ഒറ്റ മൈക്കിൽ എടുത്തതല്ലേ. അപ്പം അതിൻ്റെ ചോർന്നു പോകാനുള്ള സാധ്യത വേറെ ആര് പാടിയാലും ഉണ്ടാവും. ഇത് ദാസേട്ടൻ്റെ ആ ശബ്ദം അപ്പോഴും അങ്ങനെ ഒരു ഒന്ന് പല്ലവി പാടാവോ? ഘനശ്യാമസന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഘനശ്യാമസന്ധ്യ ഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടന വിലാസം പകലുമിരവും പകരും പദചലന ലയമേളം ഘനശ്യാമ സന്ധ്യ ഹൃദയം വസന്തങ്ങളീ വഴിയേ വന്നു വനജോത്സ്ന കൈക്കുമ്പിൽ നീട്ടി രാസകേളി രമണീയം മകരന്ദ ബിന്ദുവിൽ മയങ്ങി ഘനശ്യാമസന്ധ്യ ഹൃദയം. ഇത് വേറൊരു പാട്ടിന് ഇങ്ങനെ സ്ട്രക്ചർ ഇല്ല. ഒരു പല്ലവി, ഒരു താളം, അതിനൊരു വിരുത്തം ഒക്കെ അനുപല്ലവി, പിന്നെ അതുപോലെ സെയിം സ്ട്രക്ചറാണ് അടുത്തത് ചരണത്തിന്. അതൊരു ലളിതഗാനത്തിന്റെ വേറൊരു ഫോമിലാണ്. അത് എം ജി രാധാകൃഷ്ണൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് എം ജി രാധാകൃഷ്ണൻ്റെ ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിലാണ് ഈ ലളിതഗാനത്തിന് വലിയ പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത്. പലപ്പോഴും ഈ കമ്പോസ് ചെയ്യുമ്പോൾ രാഘവൻ മാഷൊക്കെ ഉള്ള കാലത്ത് കഴിഞ്ഞ, പക്ഷേ 70s അവിടെ വന്നപ്പോൾ എം ജി രാധാകൃഷ്ണൻ, എസ് രത്നാകരൻ, പിന്നെ അതുപോലെ പിന്നെ രവീന്ദ്രനാഥ് സാർ പിന്നെ വരുന്നു. അവരൊക്കെ കൂടി വലിയൊരു സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അത് പലപ്പോഴും നമുക്കൊരു, ഞാൻ അന്ന് ആകാശവാണിയിലെ ഇവരെയൊക്കെ ഭരിക്കുന്നൊരു ചുമതലയായിരുന്നു, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത്, സംഗീതത്തിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന മഹത് വ്യക്തിത്വങ്ങളൊന്നും അവിടെ അവരെ പഠിപ്പിച്ച് ഒരാളെ ഒരു പാട്ട് പാടാൻ അതെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരവിടെ കാണില്ല. അപ്പോൾ പലപ്പോഴും അവിടുത്തെ പല സംഗീത മ്യൂസിക്കൽ ഫീച്ചറുകൾ, അതിലെ കവിതകളും ഒക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ ഞാനും ഭരണകർത്താവ് ആയത് ഞാനേ അവിടെ കാണുള്ളൂ. അപ്പോൾ പലതിനും അങ്ങനെയാണ് ഞാൻ കവിതകൾ ചൊല്ലി ശീലിച്ചത്. പലപ്പോഴും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ഒക്കെ കവിതാ ശകലങ്ങൾ നമ്മൾ ചില ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് ആ സ്ക്രിപ്റ്റും കൊണ്ടുവരും. ഞാൻ ആ സ്ക്രിപ്റ്റുമായിട്ട് ആ റെക്കോർഡ് ചെയ്യുന്ന പ്രൊഡ്യൂസറായിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് പോകും. നേരെ ഒറ്റ വായനയാണ്.
അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കവിത ചൊല്ലാനും അതെങ്ങനെ ക്രിയേറ്റീവായിട്ട് എത്ര കണ്ട് സംഗീതം അതിനെ ചെലുത്താമെന്നും. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ പഠിച്ച ആളാണ്, പക്ഷേ കവിതയിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര ലളിതമായിട്ട് അതിനെ നമ്മൾ പഠിച്ച സംഗീതം മുഴുവൻ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആവശ്യമില്ലല്ലോ. അത് നമ്മൾ എപ്പോഴും നമുക്കൊരു കാര്യം ചെയ്താലോ, കൽപ്പറ്റ മാസ്റ്റർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പാടണമെന്ന്. അതെ, അത് സുഗതകുമാരിയുടെ സുഗതകുമാരിയുടെ വേറൊരെണ്ണമുണ്ട്, രാത്രിമഴ. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് രാത്രിമഴ. രാത്രിമഴ അത് വളരെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പലപ്പോഴും ഈ നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഒരു സന്തത സഹചാരിയായിട്ടിങ്ങനെ മഴ രാത്രി ഇങ്ങനെ വളരെ ചെന്നമിന്നം പെയ്യുന്ന മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ടീച്ചർ രാത്രി മഴയൊക്കെ നമ്മൾ ഇവിടെ വടകര സുഗതകുമാരി ടീച്ചർ വന്നിട്ട് ടീച്ചറെ ഫോക്കസ് ആയിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പേ. അത് അവരിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ പാടുന്നത്, നമ്മൾ പാടുമ്പോൾ കേൾക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരികയാണ്. രാത്രി മഴ എന്ന് പറഞ്ഞിട്ടൊരു കവിത ഇവിടെ BM ഹൈസ്കൂളിൽ ചൊല്ലിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഇവരുടെ മുമ്പിൽ, അതായത് കുറുപ്പ് സാറ്, കുറുപ്പ് സാറ്, സുഗത, അച്ഛൻ, വിഷ്ണുനാരായൺ, ഇവരുടെയൊക്കെ ഒരു 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 ദൂരദർശനിൽ ഇവരുടെയൊക്കെ ഒരു 20 കവിതയോളം കവിതകൾ ഓരോരുത്തരുടെയും അവരുടെ മുമ്പിലിരുന്ന് വളരെ ലൈവായിട്ട് നമുക്ക് അപ്പം തോന്നുന്ന ഒരു ഈണത്തിൽ ചൊല്ലി അവരുടെ മുഖം കണ്ടിട്ട് അവരുടെ ആസ്വാദനം കണ്ട് നമുക്ക് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചിട്ട് ഈ തൃശ്ശൂർ AR കവിതകളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ചൊല്ലിയത് വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന് പറഞ്ഞ കവിതയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രീകുമാറിനായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നത് പട്ടണക്കാട് പുരുഷോത്തമൻ, അങ്ങനെ ആരൊക്കെ കൂടിയിട്ടൊരു പരിപാടിയാണ് വിമലസേനൻ നായർ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് ചൊല്ലാം നമുക്ക്. ഇത് രാത്രിമഴ. രാത്രിമഴ ചുമ്മാതെ കീണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രിമഴ 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 മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരി ശ്യാമയാം ഇരവിൻ്റെ ഖിന്നയാം പുത്രീ. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ. പൊടുന്നനയൊരമ്മതൻ ആർത്തനാദം. ഞാൻ നടുങ്ങി എൻ ചെവി പൊത്തി എൻ രോഗശയ്യയിലുരുണ്ടു തേങ്ങുമ്പൊഴി. അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ. രാത്രിമഴ. കൃഷ്ണ നീ അറിയണേ, എന്നെ അറിയില്ല. മാഷ് പറഞ്ഞത് എന്നോട് പ്രത്യേകിച്ചു. എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട കവിയാണ്. കവിയത്രി എന്ന് പെടാൻ പാടില്ല, എല്ലാവരും കവി എന്ന് പറയാറുള്ളൂ. അതെ, ലിംഗഭേദം. അതെ അതെ, അതിലൊരു ലിംഗ വിവേചനം വേണ്ടില്ല. അതെ, അതിൽ പല കവിതകളും ഞാൻ ടീച്ചറിൻ്റെ പാടിയിട്ടുണ്ട്. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇത് ഒരു രാഗം ബേസ്ഡ് ആയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ഒരു മെലഡി പോലെ എന്തെങ്കിലുമൊക്കെ
പക്ഷെ എന്നാലും നമ്മളൊക്കെ നമുക്ക് എന്താ പറയണ്ട, ചില നമ്മുടെ ദക്ഷാമൂർത്തി സ്വാമി, രാഘവ മാഷൊക്കെ നമ്മൾ ഓർത്തു പോകും എങ്ങനെയാണ് ഒരു പാട്ട് ചെയ്യുക. പക്ഷെ കവിത ചെയ്യുമ്പോഴും നമുക്ക് എന്താ പറയുക, ക്ലാസിക്കൽ, അവർക്ക് വളരെയധികം ക്ലാസിക്കൽ അറിയാവുന്ന വ്യക്തികളാണ്. അപ്പം അവർ സിനിമാ ഗാനങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ രാഗത്തിനെ ലഘൂകരിച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു പാഠമായിരുന്നു. ഇപ്പൊ പൊൻവെയിൽ മണിക്കച്ചകയില്ലേ, ശങ്കരാഭരണത്തിന്റെ നോട്ടുകളാണ്. എത്ര മനോഹരമായിട്ടാണ് അത് തോന്നാതെ നമുക്ക്. ശ്രീകുമാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി ദൂരദർശനിൽ. അതിൽ ഏതോ ഒരു പാട്ടിനെ കുറിച്ച് ശ്രീകുമാർ ചോദിക്കുകയാണ്, ഇത് ഇന്ന രാഗമല്ലേ, ആ രാഗത്തിന് എനിക്കൊന്ന് കരകരപ്രിയാണെന്ന് എനിക്ക് തോന്നുന്നു. കരകരപ്രിയയിൽ അത് സ്വാമി ഭയങ്കരമായ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാമി തിരിച്ചു ചോദിക്കുകയാണ്, ഓ അത് കരകരപ്രിയായിരുന്നു അല്ലേ എന്ന്. കാരണം അദ്ദേഹം അത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തല്ല. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ അത് ഇന്ന രാഗത്തിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ശ്രീകുമാർ ചോദിച്ചപ്പോൾ, വേറൊരുക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താണ് സ്വാമി ഇതിൻ്റെ രാഗം? അപ്പോൾ അദ്ദേഹം പറയും, ഇതാണ് സിനിമാ രാഗം എന്ന് പറയണ്ടേ. അതുപോലെ ഇതൊന്ന് പാടാം. ഈ പല കവികൾ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് ശിവരഞ്ജിനിയൊക്കെ അല്ലേ? പല കവിതകളും പണ്ട് ഇത് മോഹനായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞു. ശിവരഞ്ജിനിയാ. ഇവിടെ അമ്പാടി തൻ ഒരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബളമാം പാവാടഞ്ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പെയ്കെ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗഭഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. ചപല കാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴികൂമ്പി വിറപൂണ്ട കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീ ഓടക്കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാലൊഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ. വല്ലവികളൊത്തു നിൻ ചാരേ കൃഷ്ണ നീ എന്നെ അറിയില്ല. നമുക്ക് കവിത ചൊല്ലുന്ന ഒരു എന്താ പറയണ്ടത്, കുട്ടിക്കാലം മുതലൊരു കവിത ചൊല്ലുന്നേ എന്ന് പറയുന്നത് ഒരു ഹരമാണ്. സത്യം പറഞ്ഞാൽ ക്ലാസിക്കൽ പാടുന്നതിനേക്കാളും ഹരമാണ് കവിത പാടുക. കാരണം നമുക്ക് ക്ലാസിക്കൽ ഉപയോഗിക്കുന്ന രാഗങ്ങൾ അത് എത്ര കണ്ട് നമുക്ക് ക്രിയേറ്റീവായിട്ടൊരു കവിതയിൽ സന്നിവേശിപ്പിക്കാമെന്നുള്ളത് നമുക്കൊരു എപ്പോഴും ഒരു ചലഞ്ചാണ്. അതപ്പോൾ സംഭവിക്കുന്ന ആണ്. നമുക്കിതൊന്നും നേരത്തെ നിശ്ചയിച്ച്. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ഞാനങ്ങനെ ഈ ഹരിപ്പാട് KPN പിള്ള സാറുണ്ടല്ലോ, ഹരിപ്പാട് KPN പിള്ള സാറാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ ഇവിടെ വടകര ചെയ്തത്. ആ സമയത്ത് നേരത്തെ നമ്മൾ വൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രീതിയിലുള്ള ഈണങ്ങളുണ്ടല്ലോ, സാധാരണ ഒരു സാമ്പ്രദായികമായ ഈണങ്ങളിൽ ചൊല്ലി വരുന്നതിന് ശേഷം
ഇതുപോലെ ക്ലാസിക്കൽ രാഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു ശീലം അത്യാവശ്യം ഉണ്ടായത് പിള്ള സാറാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഹരിപ്പാട് KPN പിള്ള സാർ. അപ്പം അത് പിന്നീട് അത് ആകാശവാണിയിൽ സ്ഥിരം ഇങ്ങനൊരു ഇത് ആയല്ലോ. ആകാശവാണിയിൽ കവിത ചൊല്ലുന്നൊക്കെ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണല്ലോ, ഈ ഒരു സ്റ്റൈലിലല്ലേ അല്ലേ ചൊല്ലുന്നത്? ശൈലി അത് തന്നെയാണ്. കാരണം എനിക്കത് കിട്ടിയത് ഞാൻ ആകാശവാണി കയറിയ അതേ മാസമാണ്, 2 മാസം കഴിഞ്ഞിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. അതെ അതെ അതെ. അപ്പം അന്ന് എൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, കാരണം ഒരു ഗുരുസ്ഥാനീയനാണ് നമ്മുടെ അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹമാണ് വളരെ കർക്കശമായിട്ട് പറഞ്ഞത്, ഇത് രാമായണം തുടങ്ങി അൺഎഡിറ്റഡ് ആയിട്ട് ഒരു 5-6 മാസം കൊടുക്കണം. അന്നാണ് ഞാൻ രാമായണം കയ്യിലെടുക്കുന്നത്. അപ്പം അതൊരു വലിയൊരു നിമിത്തമാണ്. കാരണം മലയാള ഭാഷയിൽ അല്പസ്വല്പം നമുക്ക് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ സഹായകമായ ഒന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണം. അതിനെ തുടർന്നാണ് നമ്മൾ കവിത ചൊല്ലാനായിട്ടുള്ളൊരു ഊർജം കിട്ടുന്നത്. അപ്പം അതിനും നമുക്കൊരു വ്യത്യസ്തമായിട്ട് ചൊല്ലാൻ ആകാശവാണി എന്നൊരു മാധ്യമം, അതൊരു നമുക്ക് പയറ്റി തെളിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ ഈ കേൾവി സംസ്കാരത്തെ സത്യത്തിൽ പിടിച്ചു നിർത്തിയത്. അതെ, ഇപ്പോഴും ആകാശവാണി ഉണ്ടെങ്കിൽ പോലും, നിലവിലുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് പോറലേറ്റിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ പോലെ പരിപാടികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ആകാശവാണിയിലേ ഉള്ളൂ, ദൂരദർശനിലേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറൊരു പുതിയ സംസ്കാരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാറിപ്പോയി. പക്ഷെ അവിടെ ഞാൻ ഓർക്കുകയാണ്, ശ്രീകുമാറും M. ജയചന്ദ്രനും കൂടി ചേർന്ന ഒരു ദൂരദർശനിലാണോ കൈരളിയിലാണോ എന്താ എനിക്ക് ഓർമ്മയില്ല, ക്ലാസിക്കൽ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടൊരു പരിപാടി. എന്തായിരുന്നു അതിൻ്റെ പേര്? രാഗോത്സവം. അത് രണ്ടുപേരും ചേർന്നുകൊണ്ട് അതിൻ്റെ രാഗങ്ങളുടെ ഒരു അനുഭവം പറയാമോ അതിനെക്കുറിച്ചൊരു? അത് നമ്മൾ ഓരോ രാഗങ്ങൾ, ഓരോ ഷൂട്ടിൽ നമ്മൾ ഓരോ രാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ കുറേ സിനിമാ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് കാണും, അല്ലെങ്കിൽ കുറേ കീർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് കാണും ഓരോ രാഗത്തിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്ന ആശയങ്ങൾ അപ്പോൾ കൈമാറി, ചിലപ്പോൾ ചില വളരെ അവിസ്മരണീയമായ ചില ആലാപന മുഹൂർത്തങ്ങളുണ്ടായിട്ട്, ഇപ്പം അതിൽ ഈ ആഹിർ ഭൈരവോ അല്ലെങ്കിൽ ചക്രവാകം ഒക്കെ ചിലപ്പോൾ ഒരിക്കലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു വളരെ 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 നമ്മളൊന്നും അറിയാതെ നമ്മളിൽ നിന്ന് കൈവിട്ട് പോയ ചില നിമിഷങ്ങളുണ്ട്. അത് വളരെ രസകരമായ ഒരു മൊമെന്റ്സ് ആണ്. പലപ്പോഴും സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ, സ്ക്രിപ്റ്റ് ബേസിക് ഈ പറയുന്ന ഏതൊക്കെ പാട്ടുകൾ ഇന്ന രാഗത്തിലുണ്ട് എന്നൊരു സാധനമുണ്ട് നമ്മുടെ മുമ്പിൽ, ബാക്കി കൈ എന്നിട്ട് ഇങ്ങനെ പറയുക. നമ്മളിപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരുടെയൊക്കെ യൗവനകാലം എന്ന് പറഞ്ഞോളൂ, ഇയാളിപ്പോൾ യുവാവ് തന്നെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ സംഗീതത്തിൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ പോലത്തുള്ള ശാസ്ത്രീയ സംഗീത മേഖലയിലൊക്കെ ചെയ്തിരുന്ന വലിയ കാര്യങ്ങൾ പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പാടേ ഉപേക്ഷിച്ചു കളഞ്ഞു. അതിനുള്ള ഒരു സ്പോൺസർഷിപ്പ് ഒന്നും ഇത്തരം ശുദ്ധ സംഗീതത്തിന് കിട്ടില്ലല്ലോ. അപ്പം അന്നൊരു കൈരളി വലിയൊരു സംഭാവനയാണ് അത് ചെയ്തത്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ച പല കാസറ്റ് കമ്പനികളും ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം സോങ്സ് അവർ പബ്ലിഷ് ചെയ്ത് തുടങ്ങി, കാസറ്റ്സ്. അത് ഇതിൻ്റെ ഇതായിരുന്നു അതിൻ്റെ തുടക്കം. അപ്പം അങ്ങനെ ഒരു ആശയങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു ഇതാണ്. നമ്മളൊരു തുടങ്ങിവിട്ട ഒരു കാര്യം വളരെ കുറച്ചു കാലം അങ്ങനെ പോയി ഇൻഡസ്ട്രിയിൽ. അങ്ങനെ അതിനെ ബേസ് ചെയ്ത ചില കാസറ്റുകൾ ഇറക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ അതിനെ തുടർന്ന് വന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ ഇതൊരു അവബോധം ഉണ്ടാക്കാൻ സാധിച്ചു. രാഘവ മാഷ് ഈ വടകര തന്നെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഒരിക്കൽ പറയുണ്ടായി, പിന്നെ മാസ്റ്ററോട് ചോദിച്ചു, ഈ ഡിവോഷണൽ ശ്രീകുമാർ മാസ്റ്ററുടെ ചില ഡിവോഷണൽ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്നോടല്ല അന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ ആരാതാന്ന് ചോദിച്ചപ്പോൾ രാഘവ മാസ്റ്റർ ശ്രീകുമാറിൻ്റെ പേരാണെന്ന് പറഞ്ഞു. മാഷ് യേശുദാസിനെ കൊണ്ടും അങ്ങനെ നിരവധി ഗായകന്മാരെ കൊണ്ടും വലിയ ഗായകന്മാരെ കൊണ്ട് ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഞാനാണെന്ന് പറയുമോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ്
ശ്രീകുമാറിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ രാഘവ മാഷുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? രാഘവ മാഷ് തിരുവനന്തപുരത്ത് വന്ന് തരങ്ങണിയിൽ ആണ് റെക്കോർഡിങ്. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുമ്പാണ്. കാരണം നമ്മൾ നേരിട്ട് രാഘവ മാഷ നിർബന്ധം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് അച്ഛൻ്റെ വലിയ അടുത്ത സുഹൃത്താണ്. അതെ അതെ അതെ, നേരിട്ട് നമ്മൾ അത് പഠിച്ച് പാടി കേൾക്കണം, എങ്ങനെ പാടുന്നു എന്ന് അറിയണം. കാരണം അത് ഡിവോഷണൽ ഏതൊരു അമ്പലത്തിൻ്റെ 5-8 പാട്ടുകളുണ്ടായിരുന്നു. ഏവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു നമ്പൂരി ഉണ്ട്, അദ്ദേഹം അവിടുത്തുകാരനാണ്. അദ്ദേഹം പിന്നെ സ്റ്റേഷൻ ഡയറക്ടറായി. അദ്ദേഹത്തിൻ്റെ സജഷനിലാണ് ഞാൻ വന്നത്. അപ്പം അത് കൃത്യമായിട്ടൊരു പാട്ടുകാരൻ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പഠിച്ച് പാടുന്നൊരു പാട്ടുകാരനായിരിക്കണം, അതായിരുന്നു നിർബന്ധം. അപ്പം അങ്ങനെയാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പഠിച്ച് പാടി മാഷക്ക് വളരെ തൃപ്തിയായി. മാഷ് നമുക്ക് പണ്ടുള്ള ഒരു സമ്പ്രദായം അറിയാമല്ലോ, നമുക്ക് പഠിച്ച് അതേപോലെ പാടണം, അതിന് ഭാവം കൊടുക്കാം, പക്ഷെ അതിന് അണുവിടെ മാറാൻ പറ്റില്ല. അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണ് പണ്ട് മാഷ് എല്ലാവരും അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. 2 ദിവസം കൊണ്ടത് റെക്കോർഡ് ചെയ്തു. അതിൻ്റെ പലരോടും പിന്നീട് മാഷ് നേരത്തെ സൂചിപ്പിച്ച മാതിരി പലരോടും ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. ഇത്ര വലിയ ആൾക്കാരുടെ ആ പാട്ട് ഓർമ്മയുണ്ട്? ഏതെങ്കിലും പാട്ട്? ഇല്ല, ഒന്നും ഓർമ്മയില്ല. വർഷങ്ങളോളമായി, ഒരു 25-30 വർഷം ആയിക്കാണും. ഒറ്റ ഓർമ്മയില്ല. അതുപോലെ ദേവരാജ മാസ്റ്ററായിട്ടോ കൂടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പാട്ട്? ഇല്ല, ദേവരാജ മാഷ് അച്ഛനോട് പാട്ട് ഇങ്ങനെ വരുമ്പോൾ വീട്ടിലൊരിക്കൽ വന്നിരുന്നു. രതി നിർവേദമൊക്കെ മാഷും ദേവരാജ മാഷും കാവാലം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുള്ള. അതെ അതെ, രതി നിർവേദവും വാടകയ്ക്കൊരു ഹൃദയവും, പൂവാങ്കുറിഞ്ഞി പെണ്ണിന്. അതെ അതെ അതെ, ആനന്ദാംബരി അതറിയില്ല? ഏതാ? പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളിന്ത് പോലുള്ള മനസ്സ്. അതിന്റെ രാഗം എന്ന് പറയുന്നത് മാഷ് ഉണ്ടാക്കിയ ആനന്ദഭൈരവിയും നീലാംബരിയും എന്ന 2 രാഗങ്ങളുടെ ഫ്യൂസ് ചെയ്തുണ്ടാക്കിയ. ശരി. പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളിന്ത് പോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിതൾ നിരന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ്, അക്കരക്കാട്ടിൽ ആരമണമേട്ടിൽ ആതിര കന്നിക്കേറു ശാന്തി മുത്തനി അല്ലേ നാണം മറ്റേ രാഘവൻ മൂകാംബരമാകെ തൊടി മുഴക്കി മുഴങ്ങി പൂവാങ്കുറിഞ്ഞി പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു കിളിന്ത് പോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞു പൊന്നിതൾ വിടർന്നു. അല്ലേ? അന്ന് നേരിട്ട് വന്നപ്പോഴും എങ്ങനെയാണിത് എഴുതിയത്, എങ്ങനെയാണിത് മാഷത് ഇത് ഒന്ന് ചൊല്ലിത്തരണം എന്ന് പറഞ്ഞു. അപ്പം അത് ഇവർക്കെല്ലാം ഉണ്ട്. അത് MP ശ്രീനിവാസനായാലും അതൊന്നാമത് ഈ കാവാലം സാറ് ഇതൊരു ട്യൂണിലാണ് പാടിക്കൊടുക്കുന്നത്. അതെ, ഒരു താളവും പിന്നെ അതിനൊരു സംഗീതത്തിൻ്റെ അന്തരീക്ഷവും അതിൻ്റെ താള കൃത്യമാക്കലൊക്കെയാണ് മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നത്. അതിപ്പോ ശരത്താണ്, ശരത്തിന്റെ മറ്റേ ഇത് പാടി കൊടുത്തിട്ട് ശരത്ത് അതിനെ ഒന്ന് പോളിഷ് ചെയ്തതാണ്. അപ്പൊ ശരത്തായാലും ശരി, മാഷായാലും ശരി, രവീന്ദ്ര മാഷ്, ഇവരൊക്കെ ആയിട്ട് ചേരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ അവർക്ക് ചൊല്ലി കൊടുക്കുന്നതും. അവരതിനെ പിന്നെ അവരുടെ രീതിയിലാക്കിയെടുക്കുമ്പോൾ എന്തൊരു വ്യത്യാസമാണെന്നറിയോ. അതിനവർക്ക് ഞാൻ ഒരിക്കൽ അച്ഛന് കുറേ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്, അച്ഛനോടൊപ്പം പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പാട്ടാണ് വടക്കത്തി പെണ്ണാളെ. അത് അച്ഛൻ അതിൻ്റെ നിർദ്ദേശം ഇങ്ങനെ ഒരു തേങ്ങലാണ് ഉള്ളിലുള്ള. കണ്ടോ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു തേങ്ങലുണ്ട്, ഒരു പെണ്ണിനെ അന്വേഷിച്ച്. അപ്പോൾ വേണുചേട്ടനാണ് അതിൻ്റെ കഥാപാത്രം. മധ്യം
വടക്കത്തി പെണ്ണാളെ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളെ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമങ്കേ കണിമങ്കേ കണ്ണിമടന്തേ കണിമങ്കേ കണ്ണിമടന്തേ വടക്കത്തി പെണ്ണാളെ ആളൊഴിഞ്ഞ മൈലപ്പാട് നടുവരമ്പത്ത് അതിരുവരമ്പത്ത് ആയിരം താറാക്കാറ നിലവിളിയിൽ എന്റെ മനസ്സിന്റെ കനറ്റലു നീ കേട്ടോ കേട്ടില്ലേ നീ കേട്ടോ കേട്ടില്ലേ നീ കേട്ടോ കേട്ടില്ലേ എന്റെ താറാപ്പറ്റം പോലെ ചെതറുന്നേ ഞാൻ ചെതറുന്നേ ഞാൻ വടക്കത്തി പെണ്ണാളെ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ കൊയ്ത്തിനു വന്നവളേ. ഒരു കുട്ടനാടൻ ഒരു പശ്ചാത്തലം ഉള്ള ഒരു പാട്ടാണ്. താറാപ്പറ്റത്തെ ഇങ്ങനെ മേച്ചുകൊണ്ട് പോകുന്ന അന്ന് കുറേ ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോവും, അങ്ങനെ ചെതറിപ്പോവും ഈ ചിലപ്പം കൂട്ടം. അങ്ങനെ എൻ്റെ മനസ്സും അതുപോലെ ചെതറി എന്നുള്ളതാണ്. ഒരു പെണ്ണിനെ അന്വേഷിച്ച് ഒരു കൊയ്ത്ത് കാലത്ത് ഒരു പെണ്ണിനോട് ഇഷ്ടമായിട്ട് അടുത്ത കൊയ്ത്ത് കാലത്ത് വൈക്കത്തു നിന്നൊക്കെ വന്ന പെൺകുട്ടികളിലെ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. മുഖം കണ്ടോ കണ്ടില്ലേ എന്ന് പറഞ്ഞിങ്ങനെ ആ മുഖം അന്വേഷിച്ച് നടക്കുന്ന ഒരാള്, ഒരു കുട്ടനാട്ടുകാരൻ. സാധാരണ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൽ കച്ചേരിയൊക്കെ നടത്തുക, അതിൽ ഒരുപാട് അവഗാഹം ഉണ്ടാകുന്ന ആളുകൾക്ക് ഇതുപോലത്തെ പാട്ടുകൾ പാടാൻ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിൽ. നോർത്ത് ഇന്ത്യൻ സംഗീതത്തിൽ അവർ ഫോക്ക് സംഗതികളൊക്കെ പാടും, കച്ചേരിയിൽ തന്നെ പാടും. അതേസമയം കർണാടക സംഗീതത്തിൽ ഇതെല്ലാം ഇങ്ങനെ സ്പർശിക്കാൻ പാടില്ലാത്ത മേഖലയായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഫോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രീകുമാർ അല്ലാതെ വേറെ ആരും ഇത്തരം പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. കച്ചേരിയിലും ഒക്കെ കച്ചേരി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മാഷെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ മാഷുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീമഹാദേവൻ തൻ്റെ എന്നുള്ള പാട്ടുണ്ടല്ലോ, ശ്രീ മഹാദേവൻ തൻ്റെ ഇത് ബ്രഹ്മാണ്ടം പാടിയത് എന്നോട് മാഷ് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാണ്ടം പാടിയപ്പോൾ അത് ക്ലാസിക്കലായിപ്പോയി. മാഷ് എന്നെ പാടി കേൾപ്പിക്കുമ്പോൾ അത് ഫോക്കാണ്. അതാണ് ഈ ഫോക്കിന്റെയും അതിർ പറയുമ്പോൾ വളരെ വളരെ ആ മാർജിൻ വളരെ ഇതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ ക്ലാസിക്കൽ കൂടുതൽ പഠിച്ചാൽ ഫോക്കിന്റെ ഇത് കിട്ടില്ല. ഞാൻ എപ്പോഴും അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ മണിയെ, കലാഭവൻ മണിയുടെ സംഗീതം എത്ര ഒരു സ്വയംഭനായ ഒരു നാടൻ ശൈലിയുണ്ട് അല്ലേ? അത് നമ്മൾ ക്ലാസിക്കൽ പഠിച്ചാൽ നമുക്കത് ഒരു പക്ഷെ നമ്മൾ കൊച്ചിലേ തൊട്ട് കേട്ടിട്ടുള്ളത് കൊണ്ട് ഒരിക്കൽ ചെറുതായിട്ടൊക്കെ വരും. പക്ഷേ ഗമകപ്രയോഗങ്ങളൊക്കെ വന്നു. അതെ, പക്ഷെ മണിയുടേത് സ്വയംഭനാണ്, ഉള്ളിലുള്ള സംഗീതമാണ്, പാരമ്പര്യമായിട്ടുള്ള സംഗീതമാണ്. അതിന് വലിയ വിലയുണ്ട്. നമുക്കൊരു ഈ പ്രയോഗം എന്ന് പറയുമ്പോൾ രാഗസ്വഭാവം വന്നു, അത് റോയായിട്ട് പാടേണ്ടതാണ്. അങ്ങനെയാണ് പാടേണ്ട ഒരു പുള്ളവും പാട്ട്. ഈ സ്വരങ്ങൾ, ഈ രണ്ട് സ്വരങ്ങൾക്കിടയിലുള്ളൊരു സ്വരം അവർ പാടുമ്പോൾ വരും. പക്ഷെ കർണാടക സംഗീതത്തിൽ അത് നമുക്കത് അങ്ങനെ ക്ലിയർ ആക്കി പാടാൻ പറ്റൂല. അപ്പൊ ശുദ്ധമാക്കി പാടാൻ പറ്റുമ്പോൾ അത് മാറിപ്പോകും.
അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പക്ഷേ ശ്രീകുമാറിന് ഒരുപാട് കാലത്ത് ഈ അച്ഛൻ്റെ ഈ പാരമ്പര്യത്തിൽ കൂടി വരുന്നത് കൊണ്ട് തന്നെ ആ കവാലത്തിൻ്റെ ഒരു കവാലം എന്ന് പറഞ്ഞാൽ വ്യക്തി മാത്രമല്ല ഒരു പ്രദേശത്തിൻ്റെ പാരമ്പര്യവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അച്ഛനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ദൂരദർശനിൽ. അതിൽ നേരത്തെ പറഞ്ഞ ഒരു ചിത്രമുണ്ട്. അതായത് താറാവുകൾ കൂട്ടങ്ങളിങ്ങനെ പോകുന്ന ഒരു കായലിലൂടെ ഒരു തോണിയിൽ സാറിങ്ങനെ പോകുന്ന ഒരു ചിത്രം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം ശ്രീകുമാർ പറഞ്ഞപ്പോൾ അതൊക്കെയാണ് ഞാൻ ഓർത്തു പോയത്. അച്ഛൻ്റെ ആ കാവാലത്തെ ആ നമ്മുടെ മുമ്പിൽ കൂടെ ഒഴുകുന്ന ആറിൻ്റെ പേര് പൂക്കൈതയാർന്ന. പൂക്കൈതയാറ് അവളൊരായിരം കഥ പറഞ്ഞു, പറഞ്ഞിട്ടും തീരാത്ത കഥകളിൻ ഗ്രാമത്തിൻ ചെവിയിൽ പതഞ്ഞൊഴുകി. അത് ആ പാട്ട് അതിനകത്ത് പൂക്കൈതയാറ് എന്നുള്ളൊരു പ്രയോഗിച്ചിട്ടുണ്ട്. വേറെ 1-2 പാട്ടുകൾ ഈ പൂക്കൈത എന്നൊരു പ്രയോഗം അച്ഛൻ എപ്പോഴും വരും. ഈ നാട്ടിൽ പ്രയോഗങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ കവിതകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് വേറൊരു സാറിൻ്റെ ഒരു പാട്ട് തിലകൻ്റെ ഒരു നാടകത്തിൽ എന്നിട്ട് ഓഡിയൻസിനോട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. തിലകൻ ശബ്ദം കൊടുത്തിട്ടുള്ളൊരു നാടകം നാളെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. റേഡിയോയിൽ ഉള്ള നാടകമാണ്. ഒറ്റ എന്ന് പറയുന്ന നാടകം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ റേഡിയോയിൽ കേൾക്കുന്നത് പോലെ എല്ലാവരും ഇരുന്ന് കേൾക്കുക എന്നുള്ള ഒരു പുതിയ സമ്പ്രദായത്തേക്ക് നമ്മൾ ഈ കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരികയാണ്. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് എന്നോട് അതുകൂടി ഒരു പ്രചരണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോൾ വേറൊരു പാട്ട് ഇതുപോലെ പിന്നെ സാറിൻ്റെ ഒരു പാട്ട് അത് ഞാനിങ്ങനെ ആലോചിക്കാം. അതിൻ്റെ പദങ്ങൾ സാർ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ വലിയ വ്യത്യാസം. നമ്മൾ സാധാരണ ഭാഷയിൽ പാട്ടിൽ നിന്നും കേൾക്കുന്ന വയലാറോ ONV ഒക്കെ എഴുതുന്ന പദങ്ങളൊന്നുമല്ല കാവാല സാർ എഴുതുന്ന പദം. ഇപ്പം പച്ചില കൊച്ചമ്മേ പനം പൈങ്കിളി തമ്പ്രാട്ടി പാട്ടറിയും നാടോടി പൂമടന്തേ വരകുറി വര കഴുത്തിലെ നിറയാരൻ കുറിവരയോ വാലിലെ അരുമരുമ കുറിവരയോ ചുണ്ടത്തോ ചെമ്പഴുക്ക തെയ്തൈ മാണിക്ക ചെമ്പഴുക്ക. മനോഹരമായ ഗാനം. ഇത് തിലകൻ്റെ നാടകത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതിൽ രേണുക പാടിയതാ. നമ്മളെ കൊച്ചിയിലെ രേണുകയല്ലേ അവർ പാടിയൊരു പാട്ടായിരുന്നു. അത് രാഘവ മാസ്റ്റർ തന്നെയാണ് അതിൻ്റെ കമ്പോസ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ കയ്യിൽ ഇതുപോലെ പച്ചില കൊച്ചമ്മേ പൈങ്കിളി തമ്പ്രാട്ടി എന്നുള്ള പാട്ടറിയും നാടോടി പൂമടന്തേ കുറി വര കഴുത്തിലെ നിറയാരൻ കുറിവരയോ എന്ന് പറയുന്ന ഒരു വരി എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക എന്ന് ഞാൻ ആലോചിക്കും. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അതിനൊരു ട്യൂൺ എനിക്ക് വരില്ല. സാറ് ഒരുപക്ഷെ ഇരുന്നു കൊണ്ടായിരിക്കാം അതിനൊരു ട്യൂൺ ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സാറ് കൂടി മഹാന്മാർ ഒരുമിച്ച് ചേരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്രിയേഷൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഭയങ്കര. അതുപോലെ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഒരു താള സംബന്ധമായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു താളം, അതായത് ഒരുപാട് ഉപകരണങ്ങൾ, ക്ലാസിക്കലായിട്ടുള്ള താള ഉപകരണങ്ങളും അതുപോലെ അല്ലാത്ത ഉപകരണങ്ങളും ചേർത്ത് കൊണ്ടുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറയാം. അത് സംവിധാനം ചെയ്തത് സാറായിരുന്നു. അത് എനിക്കന്ന് അത്ഭുതമായിരുന്നു. കാരണം ഒരു കവിയായിട്ട് അറിയപ്പെടുന്ന ഒരാൾ സംഗീതത്തിൻ്റെ ഇത്രയും വലിയ താളത്തിൻ്റെ വലിയ എന്താ പറയുക വളരെ സങ്കീർണമായ താളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന, കൈ കാണിച്ചിങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു രൂപം, ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഇത് കുട്ടിക്കാലത്ത് അച്ഛന് അവിടെ നമ്മുടെ കുട്ടനാട്ടിലും പരിസരത്തുമൊക്കെ തന്നെ പല മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് അവർക്കൊക്കെ ഒരു സംഗീതം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗണകന്മാർ, പിന്നെ മുറയന്മാർ, കൊട്ട നെയ്യുന്നവർ, അതുപോലെ കൃഷിപ്പണി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ താളങ്ങൾ ചിലർക്കൊക്കെ ഉണ്ട്. ഇപ്പം ഗണപതി താളം എന്ന് പറയുന്നത് കണിയാന്മാരുടെ, അത് പലയിടത്തും പല രീതിയിലാണ്. പല ആർട്ട് ഫോംസിലും ഗണപതി താളം എന്നുള്ളത് ഒരു ഗണപതി താളം എന്ന് പറയുന്നത് ഒരു ചൊൽപ്പറ്റ് പോലെയാണ്. നമ്മുടെ ക്ലാസിക്കൽ സമ്പ്രദായത്തിലുള്ള ഇടുന്ന താളമല്ല, ഒരു ചേരുവയാണ് ചൊല്ലുകളുടെ. ഇപ്പം
തെയ് കിടതിക തക്കുതിക്കുതകതിന്താം തിത്തിത്തിങ്ങണേകദന്താം കിടതിക തക്കം തിമിത്തൈ. അതിനകത്ത് ഏകദന്തം എന്ന് വരും, ചൊല്ലിന്റെ ഭാഗമായിട്ട് ഏകദന്തം എന്ന് പറയും. തെയ് കിടതിക തക്കുതിക്കുതകതിന്താം തിത്തിത്തിങ്ങണേകദന്താം കിടതിക തക്കം തിമിത്തൈ. കിടതികതാം തിമിക്ക തിമിക്കതാം കിടതിക തക്കിട തിമിക്ക തിമിക്കതാം കിടതികതാം തിമിക്ക തക്കിട തിമിക്ക തക്കിട തിക്കിട തക്കിട കിട തെക്കിതൈ കിടതിക തിത്തിത്തൈ ഇത് മൃതത്തൈ തിത്തൈ മൃതൈ തിതൈക്കത് മൃതത്തൈ എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത് ലക്ഷ്മി താളം എന്ന് പറയും. അതിലാണ് മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത എന്ന് പറഞ്ഞ പാട്ട് എഴുതുന്നത്. അങ്ങനെയാണ്. അത് എം ജി രാജനാണല്ലോ അതെ മ്യൂസിക്. അതെ. അത് ഏതിലെ സിനിമ ഏതായിരുന്നത്? അരവിന്ദൻ്റെ ഒരു സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? മരുത് എനിക്ക് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുക്കുറ്റി ഭരതേട്ടന്റെ അല്ലല്ല, ഇത് ഭരതന്റെ ഫിലിമാണ്. ഭരതന്റെ സിനിമ, ഭരതന്റെ ആരവം 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 അതെ. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് മാനാങ്കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും എരപ്പത്താലം കാടിനുണങ്ങിയ ചെമ്പുലിൽ വീശുന്നു കൂടൊത്ര കുളിരിന്റെ കാറ്റാടിത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം മുക്കുറ്റി തിരുതാളി കാടുംപടലും പറിച്ചു കെട്ടിത്ത കാടുംപടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത തത്തക തക 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 മുക്കുറ്റി തിരുതാളി. അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക്കില് നമ്മൾ പറയുന്നില്ലേ ഈ യതികളെ പറ്റിയൊക്കെ പറയുന്നില്ലേ, ഇത് നമ്മുടെ അതുപോലെയാണ് ഇത് വരുന്നത്. കാരണം ത്യാഗരാജയോഗ വൈഭവം, അഗരാജയോഗ വൈഭവം, രാജയോഗ വൈഭവം, വൈഭവം ഭവം വം കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം നേത്രവാഴക്കൊലപാതകം അന്തർനേത്രവാഴക്കൊലപാതകം ജഗദന്തർനേത്രവാഴക്കൊലപാതകം എന്ന് പറഞ്ഞ അയ്യപ്പ പണിക്കർ സാറിന്റെ കവിത ഉണ്ട്. അത് മറ്റേ വികസിച്ചു വരുന്നതിന്റെ ഒരു ഉദാഹരണം. മറ്റേത് ഗോപുച്ഛയതി മറ്റേതാണ്, തിരിച്ചാണ്. മറ്റേ ശ്രോതോവഹയതി എന്ന് പറഞ്ഞാൽ തുടക്കം ചെറുതായിരിക്കും, പിന്നീട് വലുതായി വികസിച്ചു വരും. ഗോപുച്ഛയതി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതാണ് ത്യാഗരാജയോഗ വൈഭവം. ത്യാഗരാജയോഗ വൈഭവം, അഗരാജയോഗ വൈഭവം, രാജയോഗ വൈഭവം, യോഗ വൈഭവം, വൈഭവം ഭവം വം. അത് ത്യാഗരാജ സ്വാമിയുടെ ഒരു കൃതിയാണത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അറിയാവോ ആ കൃതി? ഇല്ലല്ല. രാഗം എനിക്ക് ഓർമ്മയില്ല. അത് കേൾക്കാനൊരു കൗതുകം ഉണ്ടാവും, എനിക്കറിയില്ല. അതുപോലെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. എക്സ്പീരിയൻസ് എം പി ശ്രീനിവാസനുമായിട്ട് ചേർന്നിട്ട് ഒരു പാട്ട് ജാനകിയെ ചേർന്ന് പാടിയിട്ടുണ്ട്. ഇതൊക്കെ മതി. ആ പാട്ട് ഏത് സിനിമയിലും എനിക്ക് ഓർമ്മയില്ല. ജാനകിയോടൊപ്പമാണ് ശ്രീകുമാർ പാടിയത്. അതിന് ശാരദ നീലാംബര നീരദ പാളികളിൽ കാമ സുരബില സ്വപ്നങ്ങളിൽ ജാനകി പാടുന്നതാണ്. അതിൽ ഒരു ഭാഗം പാടിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല, മുരളിക്ക് നല്ല ഓർമ്മയാണ്. അത് അച്ഛൻ്റെ പാട്ടായിരുന്നോ? അച്ഛൻ്റെ പാട്ടാണ്. അതിൻ്റെ പദങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ശാരദ അല്ലെങ്കിൽ അതിലൊരു കോമ്പോസിഷൻ ഒരു പ്രത്യേകം വെച്ചാൽ ശാരദ എന്നുള്ളൊരു വാക്ക് തന്നെ സാധാരണ ശാരദ നീലാംബരം എന്ന് പറഞ്ഞ ഒരു ട്യൂണായിട്ടല്ലേ വരിക. എൻ്റെ അമ്മയുടെ പേര് ശാരദ എന്നാണ് വരുന്നത്. നീലാംബര നീലാംബര നീരദ
പാളികളിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് MBS ചേർന്നിട്ടുള്ളൊരു അനുഭവമാണല്ലോ. എൻ്റെ ഒരു പാട്ടുണ്ട്, പൊന്നരളിപ്പൂ ഒന്ന് മുടിയിൽ ചൂടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ONV സാറിൻ്റെ ഒരു പാട്ട്. പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി. ഇങ്ങനത്തെ കസർത്തുകളൊന്നും ഇല്ല അതിനകത്ത്, അതുകൊണ്ടാണ് എനിക്ക്. കന്നി നില കസവൊളി പുടവ ചുറ്റി കുന്നത്തെക്കാവിൽ വിളക്കു കാണാൻ വന്നോരുൾനാടൻ പെൺകിടവേ, എൻ്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ. ഇങ്ങനൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മഹാരഥന്മാരുടെ നമ്മളെ സമയം എത്രയാ? ശേഷം വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ, സമയം ഏകദേശം കഴിഞ്ഞു. കഴിഞ്ഞു പറയുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഒരു കാര്യം, നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ അമ്മമാർ പാടുന്ന താരാട്ട്, നീലാംബരി അല്ലേ, നിങ്ങൾ വേറെയാണ്, കുറിഞ്ചി അങ്ങനെയാണ്. ഈ നീലാംബരിയിൽ നമുക്ക് ക്ലാസിക്കലിനെ പറ്റി ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീലാംബരിയിൽ കുറേ കൃതികളുണ്ട്. ഇപ്പം മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. അതുപോലെ തന്നെ സ്വാതിനാളുടെ കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുചമികവര, കാന്തനോടു ചെന്നു മെല്ലെ. ഒരിക്കല് നമ്മുടെ പ്രഭാവർമ്മയുടെ ഒരു ലല്ലബി ഞാനൊക്കെ ചെയ്യാൻ ഇടയായി. അത് നീലാംബരി കോമ്പോസിഷനിലെ കമ്പോസർ എന്നുള്ള കളിക്കാൻ വേറെ വരാം, അതുകൊണ്ട്. അതെ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളെ സ്വാമിയുടെ പാട്ടുണ്ട്, ഹർഷബാഷ്പം തൂകി അല്ലേ? ഹർഷബാഷ്പം തൂകി. അതെ അതെ, ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ എന്തു ചെയ്യൂ നീ, വാരിളം തിങ്കൾ തിടമ്പേ താരാട്ടി ഞാനുറക്കുമ്പോൾ നീരണി കൺകളിലേതോ നല്ല നീലക്കിനാവിലലിയുമ്പോൾ സ്നിഗ്ധമാമമ്മിഞ്ഞ പാലിൻ മണമുള്ളിൽ പടർന്നതിനാലോ നൽകിനാവിൽ ദേവമന്ദസ്മേര ശുദ്ധി വഴിഞ്ഞതിനാലോ നീ മയക്കത്തിൽ ചിരിപ്പൂ ഞാനിന്നേതോ കിനാവിൽ ലയിപ്പൂ വാരിളം. ഇതൊരു താരാട്ടിൻ്റെ ഒരു മൂടാണ്. ശ്രീമാന്റെ കമ്പോസിഷൻ അല്ലേ? ഞാൻ ഒരിക്കൽ ചെയ്തതാണ് ഈ പിന്നെ നമ്മുടെ പ്രഭാവർമ്മയുടെ ഒരു ലിറിക്ക്. വേറൊരു പാട്ടിനെ കുറിച്ച് എന്നോട് ശരത്ത് പറഞ്ഞിരുന്നു, ആകാശവാണിയിൽ ഇപ്പൊ ഡയറക്ടറായിട്ടുള്ള ശരത്ത്. അത് എന്താന്ന് ഞാൻ മറന്നു. അത് എനിക്ക് തോന്നുന്നു അയ്യപ്പൻ്റെ ഒരു അതെ അതെ, ഞാൻ ഒരു മൂന്ന് അയ്യപ്പൻ്റെ പാട്ടുകൾ ഞാൻ ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ദൂരദർശന് വേണ്ടി ചെയ്യാനിടയായി. അന്ന് അവർക്ക് വിഷ്വലെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റെക്കോർഡിങ് ആകാശവാണിയിലെ ആർട്ടിസ്റ്റോടുകൂടി അവിടെ ചെയ്തതാണ് ആകാശവാണിയിൽ. അപ്പം അതിൽ രീതി കവളയിലാണ് തോന്നുന്നു ഒരു സാധനം. പൂർണ്ണയോ പുഷ്കലയോ ഈ ഭക്തമാനസമോ
മാനസമോ എൻ പ്രേമധാമം അയ്യപ്പ ശാസ്താവേ എന്ന് പറഞ്ഞൊരു കൂട്ടത്തിലെ ആ ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം, ഞാൻ കമ്പോസ് ചെയ്ത 2 പാട്ടും ശ്രീകുമാർ പാടി. അതെ, ഒരിക്കൽ കോഴിക്കോട് വന്നിട്ടാണ് തോന്നുന്നു ഞാനൊരു പാട്ട് പാടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാട്ട് ഓർമ്മയില്ല. ഇതാണ് എൻ്റെ ഒരു മുരളിക്കറിയാം. മലരു പോലൊരു പ്രണയം, നല്ലൊരു പ്രണയ ഗാനമായിരുന്നു. മലരു പോലൊരു പ്രണയം മാരിവില്ലിൽ മാല ചാർത്തിയ പ്രണയം. ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു അത്. വേറൊരു പാട്ടുണ്ട്, ഡാൻസിനും കൂടെ ഒക്കെ വേണ്ടി ചെയ്ത ഒരു സംഭവമായിട്ട് തോന്നിയത് എൻ്റെ ഓർക്കസ്ട്രേഷൻ കേട്ടപ്പോൾ. അതുപോലെ വേറൊരു പാട്ടുണ്ടായിരുന്നു, ആനപ്പുറത്തൊരു അമ്പോറ്റി, നല്ലൊരു നാടൻ ആനന്ദനമ്പോറ്റി ഒരു പാട്ടുണ്ടായിരുന്നു. ഈ രണ്ടും എൻ്റെ കമ്പോസിങ്ങിൽ പാടിയതാണ്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ വിഷയം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഏതായാലും ഇവിടെ നമുക്ക് വടകരയിൽ, എനിക്ക് തോന്നുന്നു വടകരയിൽ ഇതുപോലൊരു പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും ശ്രീകുമാർ പങ്കെടുക്കുന്നത്. വടകരയിൽ നിന്ന് മാത്രമല്ല, ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ്. ഇത് നമ്മുടെ കൽപ്പറ്റ സാറ് വളരെ നിർബന്ധപൂർവ്വം, ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തുണ്ട് ശ്രീകുമാർ, ചെന്നൈയിലുള്ള, അദ്ദേഹം വളരെ നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് വഴങ്ങുന്നൊരു കാര്യമല്ല ഈ സംസാരം എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ മുരളിയൊക്കെ ചേർന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പൊക്കോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് വന്നതാണ്. അത് സംഗീതമാണ് വിഷയം എന്നുള്ളതുകൊണ്ട് അതെങ്ങനെ പോയി. എന്നോട് പലരും ചോദിച്ചു എന്താണ് നിങ്ങളിവിടെ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സംഗീതമാണ് വിഷയം, അത് ഞങ്ങളൊക്കെ ചെയ്തോളൂ. ഏതായാലും ഇവിടെ മാസ്റ്റർ 2 വർത്തമാനം പറയണം എന്തായാലും. സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം. അങ്ങനെ സാരസുന്ദരമായ കുറേ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതിന് കവാലം നാരായണ പണിക്കരെ തുടർച്ചയായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതിന് കാവാലം ശ്രീകുമാരൻ അതിന് ഭാവസുന്ദരമായ ഒരു അന്തരീക്ഷം ഒരുക്കിയ ശ്രീ വി.ടി. മുരളിക്കും ഞങ്ങളുടെ നന്ദി. താങ്ക് യു സർ.